ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയാണ് ചെറുപുഷ്പം, വിശുദ്ധ കൊച്ചുത്രേസ്യ. കർമ്മല തറവാടിൻ്റെ ആധ്യാത്മിക പൈതൃകത്തിൽ വേരൂന്നിക്കൊണ്ട് തികച്ചും നൂതനവും ഹ്രസ്വവുമായ ഒരു ആധ്യാത്മിക സരണിക്ക് രൂപം കൊടുത്ത സ്നേഹറാണി. അവളുടെ ആധ്യാത്മിക വഴിത്താര ആധ്യാത്മിക ശിശുത്വത്തിൻ്റെതായിരുന്നു. ചെറിയ സംഭവങ്ങളിൽ പോലും നല്ല ദൈവത്തിൻ്റെ കരുണാമസൃണമായ കരങ്ങൾ ദർശിച്ച കന്യക. 12-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് പറഞ്ഞു, സുവിശേഷം തന്നെ, അല്ല സദ്വാർത്തയുടെ ഹൃദയം തന്നെ അവൾ കണ്ടെത്തി. അവൾ തന്നെക്കുറിച്ച് പറഞ്ഞു, ഒരു ശിശു എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എൻ്റെ കുറുക്കുവഴി സ്നേഹത്തിൻ്റെതാണ്. മഹാപ്രവൃത്തികളല്ല, മഹത്തായ സ്നേഹമാണ് ആവശ്യമെന്ന് അവൾ മനസ്സിലാക്കി. 11-ാം പിയൂസ് മാർപ്പാപ്പ തിരുസഭാ ഭരണത്തിൽ തനിക്ക് നേതൃത്വം നൽകിയിരുന്ന നക്ഷത്രമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചെറുപുഷ്പത്തിൻ്റെ സ്നേഹശാസ്ത്രം ഒരു പുണ്യത്തിൻ്റെ അഭ്യസനത്തേക്കാൾ അത് ഒരു മനോഭാവവും സമീപനവുമാണ്. സ്വയം ചെറുതാകലിൻ്റെ മനോഭാവം സ്വായത്തമാക്കി യേശുവിന് വേണ്ടി ലോകത്തിൻ്റെ മുമ്പിൽ മറയപ്പെടാനും നിസ്സാരയാകാനും കൊതിച്ചവൾ. ആധ്യാത്മിക ജീവിതത്തിലും സുഹൃത അഭ്യാസനത്തിലും സുഗന്ധം പരത്തിയവൾ. സ്നേഹത്തെ ആഘോഷമാക്കി മാറ്റിയ പുണ്യവതി. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ആഴമായ ബോധ്യം, സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ സ്നേഹോഷ്മളത, പിതൃവാത്സല്യം, പരിലാളന, ഇവയൊക്കെ ദൈവസ്നേഹത്തിലേക്ക് അവളെ ആനയിച്ചു. അവളെ വലയം ചെയ്തിരുന്ന ദൈവസ്നേഹം സഹോദരങ്ങളിലേക്ക് പ്രവഹിച്ചു. അവൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അത് സ്നേഹിക്കുകയാണ്. യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവിടുത്തെ സ്നേഹിക്കുന്നതിനായി അനേകം ആത്മാക്കളെ രക്ഷിക്കുക. ചെറുപുഷ്പം പ്രാർത്ഥനയെപ്പോലും സ്നേഹത്തിൻ്റെ ദിനചര്യയായി കണ്ടു. ത്യാഗങ്ങളും സ്നേഹവുമാകുന്ന പുഷ്പങ്ങളെ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പിൽ വിതറിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ശാസ്ത്രം അവൾ കൊരുത്തെടുത്തു.